ക്യാപ്റ്റൻ തൻ്റെ അനുഭവങ്ങൾ പറഞ്ഞു തുടങ്ങി. ഓ അതെ, ഡ്രാക്കുള എന്ന ഭീകരനാണ് എല്ലാത്തിനും കാരണം. ആ നാശത്തിനെ ഇവിടെ എത്തിച്ചതിൽ എനിക്ക് വിഷമമുണ്ട്. പക്ഷേ ആദ്യം ഇത്തരം അനുഭവങ്ങളെ ഞാൻ തള്ളിക്കളഞ്ഞു. കപ്പലിൽ ആരോ നടത്തുന്ന നാടകമാണെന്നാണ് കരുതിയിരുന്നത്. പക്ഷേ കാര്യങ്ങൾ നേരിട്ട് കാണാൻ തുടങ്ങിയപ്പോൾ സംഭവത്തിൻ്റെ ഗൗരവം മനസ്സിലായി. ഡ്രാക്കുളയുടെ ലക്ഷ്യം ഇവിടെ അവന് കൂടുതൽ അനുയായികളെ ഉണ്ടാക്കി അവൻ്റെ സാമ്രാജ്യം സ്ഥാപിക്കുക എന്നതാണ്. അതൊരിക്കലും അനുവദിക്കരുത് ഓഫീസർ. പക്ഷെ എങ്ങനെ? പറയൂ ക്യാപ്റ്റൻ. കാർപ്പാത്യനിൽ നിന്നുള്ള ആരെയെങ്കിലും നിങ്ങൾ കണ്ടുപിടിക്കണം. ആദ്യം ഇവനെ എങ്ങനെ കീഴ്പ്പെടുത്തിയെന്നറിയണം. അതറിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. ഞാൻ ശ്രമിക്കാം ക്യാപ്റ്റൻ. നിങ്ങൾ പറഞ്ഞ കഥകൾ അമ്പരപ്പിക്കുന്നതാണ്. ആ, ഒരു കാര്യം കൂടി, ഹെൻറിയെ നിങ്ങൾ കണ്ടുപിടിക്കണം. അയാൾ മൂലമാണ് ഇത്രയും വിവരങ്ങൾ തന്നെ ഞങ്ങൾക്ക് കിട്ടിയത്. ഞാൻ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കാം ക്യാപ്റ്റൻ. ഓക്കെ. ക്യാപ്റ്റൻ ക്ഷീണിതനാണ്, പക്ഷെ ഓർമ്മക്കുറവൊന്നുമില്ല. അസാധാരണമാണ് അദ്ദേഹത്തിൻ്റെ കഥ. ആ പെട്ടികളിലാണ് ഡ്രാക്കുള പ്രഭു ഉറങ്ങുന്നത്. പക്ഷെ ആ പെട്ടികൾ ഇവിടെ എത്തിയിട്ടില്ല. അതാണ് ക്യാപ്റ്റൻ പറയുന്നത്. ഒരിക്കൽ കൂടി ആ കപ്പൽ പരിശോധിക്കണം. കപ്പലിലെങ്ങും ആ പെട്ടികൾ ഒളിപ്പിക്കാൻ യാതൊരു സാധ്യതയുമില്ലെന്ന് ക്യാപ്റ്റൻ ആണയിടുന്നു. പിന്നെ ആ പെട്ടി കരയിലെത്തിയതെങ്ങനെ? ദൈവമേ, ഈ കയർ സാധാരണ കപ്പലിൽ ഇത്തരം കയർ കാണാറില്ല. അതിനർത്ഥം ഈ കയർ കെട്ടിയിട്ടാണ് ആ പെട്ടി കൊണ്ടുവന്നത്, അതും വെള്ളത്തിലൂടെ. എന്തോ ഭാരമുള്ള വസ്തു വലിച്ചു കൊണ്ടുപോയത്. ഇതായിരിക്കണം. ആ ഡോക്ടർ, വല്ലാത്ത ക്ഷീണം. ക്ഷീണമെല്ലാം മാറും. എന്തു പറ്റി? എന്തു പറ്റി? അത് ഞാൻ എന്തു പറ്റി ക്യാപ്റ്റൻ? സ്വപ്നം കണ്ടോ? അതെ, വല്ലാത്തൊരു സ്വപ്നം. എന്തായിരുന്നു അത്? ആ ഡ്രാക്കുള എൻ്റെ കഴുത്തിൽ കടിച്ചത്. എന്തൊരു തമാശ. പക്ഷേ നിങ്ങളുടെ കഴുത്തിലെന്താ രക്തത്തുള്ളികൾ? നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? അതെ, കഴുത്തിൽ രക്തമുണ്ടല്ലോ ക്യാപ്റ്റൻ. നോ.